കേരളത്തിന്റെ തെക്കേ അറ്റത്ത് പ്രകൃതിരമണീയമായ കായലുകളും പച്ചപ്പണിഞ്ഞ നെൽവയലുകളും തിരക്കിട്ട നഗരജീവിതവും സമന്വയിക്കുന്ന കൊല്ലം ജില്ലയിൽ പാരമ്പര്യത്തിന്റെ പാവനമായ കാവൽക്കാരനെ പോലെ തലയുയർത്തി നിൽക്കുന്ന ഒരു പുണ്യസ്ഥാനമുണ്ട്. ഭൂതക്കുളം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പാരിപ്പള്ളി പരവൂർ പാതയിൽ ഭൂതക്കുളം എന്ന പ്രദേശത്താണ് ഈ പുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്തജനങ്ങൾക്ക് കേവലം ആരാധനാ കേന്ദ്രം മാത്രമല്ലിത്. ശാസ്താവിന്റെ ദീപ്തമായ തേജസ്സും ആഴമേറിയ സാംസ്കാരിക പാരമ്പര്യവും തലമുറകളായി കൈമാറി വരുന്ന അനുഷ്ഠാനങ്ങളുടെ നിറവും സമ്മേളിക്കുന്ന ഒരു ധർമ്മപീഠമാണിത്. വളരെയധികം കാലപ്പഴക്കമുള്ള ഒരമ്പലമാണ് ഇത്. പൂർവികമായിട്ട് ഈ സ്ഥലബന്ധിയായിട്ട് ഉണ്ടായിരുന്ന അതേ വിഗ്രഹം തന്നെയാണ് സ്വയം ഭുവായി, ഭൂമിയിൽ നിന്നും സ്വയം ജനിച്ചു വന്നതെന്ന് അർത്ഥം. അങ്ങനെയുള്ള ശിലയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപദേവതാ സങ്കേതമാണ് പിന്നീടുണ്ടായത്. ഇത് 3 തവണ ദേവപ്രശ്നം നടത്തി ആ ചാർത്തും പ്രകാരമുള്ള പരിഹാരകർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് പഴയ ശ്രീകോവിൽ പൊളിച്ച് പുതിയ ശ്രീകോവിലിലേക്ക് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. അതിനുശേഷമാണ് കൊടിമരവും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തത്. ശാസ്താവ് എന്ന ദേവനാമം ധർമ്മത്തിന്റെയും നീതിയുടെയും സംരക്ഷകൻ എന്ന നിലയിൽ ഭാരതീയ ചിന്തയിൽ അത്യുന്നത സ്ഥാനം അലങ്കരിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിനു മുമ്പുള്ള ഓരോ ഭക്തന്റെയും മനസ്സിൽ കുടികൊള്ളുന്ന ആ ദിവ്യരൂപം ഭൂതക്കുളത്ത് സാക്ഷാത്കരിക്കുന്നത് ധ്യാനനിമഗ്നമായിരിക്കുന്ന രൂപത്തിലുള്ള ശാസ്താവിഗ്രഹത്തിലൂടെയാണ്. ഒരു ദേശത്തിന്റെ മുഴുവൻ ആത്മീയവും സാമൂഹികവുമായ താളത്തെ നിയന്ത്രിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഓരോ കല്ലിനും ഓരോ അനുഷ്ഠാനത്തിനും പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ കഥയാണ്. ഭൂതക്കുളം ശാസ്താവിന്റെ ദിവ്യ ചൈതന്യത്തെയും ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാപരമായ സൗന്ദര്യത്തെയും ഇവിടുത്തെ ഉത്സവങ്ങളുടെ സാംസ്കാരിക പ്രാധാന്യത്തെയും ഗ്രാമീണ ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ച് ഈ പുണ്യഭൂമിയുടെ ആത്മാവിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ദീർഘയാത്രയാണത്. രാജഭരണ കാലഘട്ടം തൊട്ട് തന്നെ രാജാവിൻ്റെ വളരെ ശ്രദ്ധയും അവരുടെ ഭരണസ്വാധീനവും അധീനതയിലുള്ള ക്ഷേത്രമായിരുന്നു. കാര്യം ചരിത്രം പറയുന്നത് തന്നെ ഒരു പുല്ലെരിഞ്ഞ സമയത്തൊരു സ്ത്രീ പുല്ലെരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കത്തി വന്ന് പറയുന്ന പ്രതിഷ്ഠയിരിക്കുന്ന ശിലയിൽ തട്ടുകയും അതിൽ നിന്ന് രക്തം വാർന്നതനുസരിച്ച് അവരന്ന് നാട്ടുപ്രമാണിയെ വിളിച്ച് വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൊട്ടാരത്തിൽ അറിയിച്ച് ദേവപ്രശ്നം നോക്കിയപ്പോൾ ശാസ്താവിൻ്റെ സാന്നിധ്യമാണെന്ന് കണ്ടെത്തുകയും സ്വയംഭൂവായി ആരാലും പ്രതിഷ്ഠിക്കപ്പെടാതെ, ഇവിടെ പുനഃപ്രതിഷ്ഠയൊന്നുമില്ല, ആരാലും പ്രതിഷ്ഠിക്കപ്പെടാതെ ഉള്ള ശ്രീധർമ്മശാസ്താവിൻ്റെ സാന്നിധ്യമാണുള്ളത്. ഭരണകാലഘട്ടത്തിൽ 8 യോഗം എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു രാജാവിൻ്റെ ഭരണകാലഘട്ടത്തിൽ. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ക്ഷേത്രം. അന്ന് അതിൽ പെട്ട അത്തിയറ മഠം എന്ന് പറയുന്ന കൊല്ലൂർ അത്തിയറ മഠത്തിൻ്റെ അധീനതയിൽ വരികയും അവസാനം ക്ഷേത്രഭരണം, രാജഭരണമൊക്കെ അവസാനിച്ചതിന് ശേഷം ക്ഷേത്രഭരണം നമ്മുടെ 8 കരയോഗങ്ങൾക്ക് വേണ്ടി ദേവസ്വം ട്രസ്റ്റ് രൂപീകരിച്ച് നടത്താനായിട്ട് അത്തിയറ മഠക്കാർ ആ കരയോഗത്തെ, നായർ സമുദായത്തിൻ്റെ കരയോഗങ്ങളെ ഏൽപ്പിച്ചു. അങ്ങനെ അതിൻ്റെ കീഴിൽ 8 കരയോഗങ്ങളുടെ ഭരണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും എല്ലാവരുടെയും ഒരു അഭയസ്ഥാനമാണിത്. ഈ കാണുന്ന ഗോപുരമായാലും ഈ കാണുന്ന സ്റ്റേജായാലും ഈ കാണുന്ന ആനക്കൊട്ടിലെ ഓഡിറ്റോറിയം എന്ന് വേണ്ട ഈ കൊടിമര ഉൾപ്പെടെ എല്ലാം ഭക്തജനങ്ങളുടെ നേർച്ചയായിട്ട് സമർപ്പിച്ചതാണ്. ഭൂതക്കുളം ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ശ്രീ ധർമ്മശാസ്താവാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെയും മോഹിനിയുടെയും പുത്രനായി അവതരിച്ച ശാസ്താവ് ധർമ്മശാസ്താവ് എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ധർമ്മം സ്ഥാപിക്കുകയും ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് ശിഷ്ടരെ പരിപാലിക്കുകയും ചെയ്യുന്ന ഈ ദേവന്റെ രൂപകൽപ്പനയ്ക്ക് ഈ ക്ഷേത്രത്തിൽ പ്രത്യേകതയുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹം ചതുര ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശബരിമലയിലെ ധ്യാനരൂപത്തിലുള്ള ശാസ്താവിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ രൂപം. ഈ ഇരിപ്പ് കേവലം വിശ്രമത്തിന്റെ സൂചനയല്ല, മറിച്ച് യോഗദണ്ഡും ചിന്മുദ്രയുമേന്തി അഗാധമായ തപസ്സിലും ധ്യാനത്തിലും ലയിച്ചിരിക്കുന്ന പരമജ്ഞാനിയുടെ ഭാവമാണ്. ധ്യാനം മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമായി കാണുന്ന ഹൈന്ദവ പാരമ്പര്യത്തിൽ ഈ ശാസ്താരൂപത്തിന് അത്യധികം പ്രാധാന്യമുണ്ട്. ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ധർമ്മത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഭക്തർക്ക്
ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു ഗുരുവിൻ്റെ സ്ഥാനമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് കൽപ്പിക്കപ്പെടുന്നത്. ഈ ധ്യാനരൂപം ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ് അയ്യപ്പ ഭക്തർക്ക് ഒരു മുന്നൊരുക്കമായി വർത്തിക്കുന്നു. ആത്മീയമായ ഉണർവിനും മനസ്സിൻ്റെ ശുദ്ധീകരണത്തിനും ജീവിതത്തിലെ ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും വേണ്ടി ഭക്തർ ഇവിടെയെത്തി പ്രാർത്ഥിക്കുന്നു. 3 നേരത്തെ പൂജയും ഉച്ചപൂജയും, 3 നേരത്തെ രാവിലത്തെ ഉഷപൂജ 5 മണിക്ക് പള്ളി ഉണർത്തും. അത് കഴിഞ്ഞ് അഭിഷേകം, അത് കഴിഞ്ഞ് ഉഷപൂജ കഴിഞ്ഞ് ശിവേലി, ഉഷശിവേലി, അത് കഴിഞ്ഞ് 9-10 മണിക്കോടുകൂടി ഉച്ചപൂജ, ഉച്ചശിവേലി. ഇതാണ് പകല് നടക്കുന്നത്. പിന്നെ വൈകുന്നേരത്തെ 5:30-ക്ക് അമ്പലം തുറക്കുക, 6:30-ക്കും 7:30-ക്കും ഇടയ്ക്ക് ദീപാരാധനകൾ നടത്തുക, അത് കഴിഞ്ഞ് അത്താഴ പൂജ നടത്തുക. അതാണ് ഇവിടുത്തെ സമ്പ്രദായം. ധർമ്മം, നീതി, സത്യസന്ധത എന്നിവയുടെ പ്രതീകമായ ശാസ്താവിനെ ആരാധിക്കുന്നതിലൂടെ ഭക്തർ തങ്ങളുടെ ജീവിതത്തിലും ഈ മൂല്യങ്ങൾ പിന്തുടരാൻ പ്രചോദനം ഉൾക്കൊള്ളുന്നു. പ്രധാന പ്രതിഷ്ഠയോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതയാണ് ഉപദേവതകളുടെ സാന്നിധ്യവും അവയുടെ പ്രാധാന്യവും. ഭൂതക്കുളത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഉപദേവതയാണ് കടിയാത്തി. ശാസ്താ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് കണ്ടുവരുന്ന ഒരു പ്രാദേശിക സങ്കല്പമാണിത്. കടിയാത്തിയുടെ ആരാധനാക്രമങ്ങളെക്കുറിച്ചും അവയുടെ ഐതിഹ്യപരമായ ബന്ധങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്. പൊതുവെ ശാസ്താവിൻ്റെ പരിവാരഗണങ്ങളിലോ അദ്ദേഹത്തിൻ്റെ കാവൽക്കാരുടെ ഗണത്തിലോ ഉൾപ്പെടുന്ന ഈ ദേവത ക്ഷേത്രത്തിൻ്റെയും ദേശത്തിൻ്റെയും രക്ഷകസ്ഥാനം വഹിക്കുന്നു. കൂടാതെ നവഗ്രഹങ്ങളും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു. പരമ്പരാഗതമായ പല ശാസ്താക്ഷേത്രങ്ങളിലും നവഗ്രഹ പ്രതിഷ്ഠകൾ അപൂർവമാണ്. എന്നാൽ ഭൂതക്കുളത്ത് നവഗ്രഹങ്ങൾക്ക് സ്ഥാനം നൽകിയിരിക്കുന്നത് ദേവന്റെ സർവലൗകികമായ സ്വാധീനത്തെയും ജ്യോതിഷപരവും കാലചക്രത്തെ നിയന്ത്രിക്കുന്നതുമായ സങ്കല്പങ്ങളോടുള്ള പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. നവഗ്രഹങ്ങളുടെ സമ്പൂർണ്ണ സാന്നിധ്യം, അതായത് നവഗ്രഹങ്ങളെ വാഹനത്തോടു കൂടി പത്നീസമേതം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ശനീശ്വര സന്നിധാനത്തിലൊന്നാണ് ഇത് എന്നുള്ളതാണ്. അത് ഏക ശനീശ്വര സന്നിധാനമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്ര പ്രാധാന്യമുള്ള, എല്ലാ പ്രാധാന്യത്തോടുകൂടി സ്വയംഭൂവായിട്ടുള്ള, കൂടാതെ ശിവനും ദേവിയും ശ്രീകൃഷ്ണനും ഗണപതിയുടെയും സാന്നിധ്യം കൊണ്ട് ഒരു മഹാക്ഷേത്രം, ശിവേലി ഉൾപ്പെടെയുള്ള ക്രിയകൾ നടത്തിവരുന്ന മഹാക്ഷേത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. നവഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയും ഭാഗ്യദൗർഭാഗ്യങ്ങളെയും നിയന്ത്രിക്കുന്ന ശക്തികളായി കരുതപ്പെടുന്നു. അതിനാൽ ശാസ്താവിൻ്റെ സന്നിധിയിൽ നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഗ്രഹപ്പിഴകൾ നീങ്ങാനും ഐശ്വര്യവും സൗഭാഗ്യവും നേടാനും ഉത്തമമായി ഭക്തർ വിശ്വസിക്കുന്നു. ഈ ഉപദേവതാ സങ്കല്പങ്ങളെല്ലാം ഭൂതക്കുളം ക്ഷേത്രത്തെ ഒരു സമഗ്ര ക്ഷേത്രം എന്ന നിലയിലേക്ക് ഉയർത്തുന്നു. അതായത് ശാസ്താവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതി ശക്തികളെയും കാലത്തെ നിയന്ത്രിക്കുന്ന ശക്തികളെയും പ്രാദേശിക ദൈവങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഹൈന്ദവ ദർശനത്തെയാണ് ഈ ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്നത്. കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ തനതായ ശൈലിയെ വിളിച്ചോതുന്നതാണ് ഭൂതക്കുളം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഓരോ നിർമ്മിതിയും ഒരു പ്രത്യേക ധർമ്മത്തെയും ആത്മീയ സങ്കല്പത്തെയും പ്രതിനിധീകരിക്കുന്നു. കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ തനതായ നിയമങ്ങൾക്കനുസരിച്ചാണ് ഭൂതക്കുളം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ഓരോ നിർമ്മിതിയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഘടകങ്ങളെല്ലാം ചേർന്ന് ഒരു പൂർണ്ണമായ വാസ്തുശില്പം സൃഷ്ടിക്കുന്നു. ദേവന്റെ പ്രതിഷ്ഠ കുടികൊള്ളുന്ന ചതുര ശ്രീകോവിൽ ആണ് ഇതിൽ പ്രധാനം. കേരളത്തിലെ പല ശാസ്താക്ഷേത്രങ്ങളിലും വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുകൾ കാണാമെങ്കിലും ഇവിടെ ചതുര ശ്രീകോവിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദേവസങ്കല്പത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രാചീന വാസ്തുശാസ്ത്രപരമായ പ്രത്യേകത എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ശ്രീകോവിലിന് ചുറ്റുമായി ബലിക്കല്ലുകൾ, തിടപ്പള്ളി, നമസ്കാര മണ്ഡപം തുടങ്ങിയ ഉപഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന നാലമ്പലം സ്ഥിതി ചെയ്യുന്നു. ഇത് ഭക്തർക്ക് പ്രദക്ഷിണം വയ്ക്കുവാനുള്ള പാവനമായ പാതയൊരുക്കുന്നു. നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ഊർജ്ജസ്വലമായി നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഉയരം കൂടിയ കൊടിമരം തലയുയർത്തി നിൽക്കുന്നു.
കൊടിയേറ്റ ഉത്സവത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ശ്രീകോവിലിന് നേർവശത്തായി സ്ഥിതി ചെയ്യുന്ന നമസ്കാര മണ്ഡപം തന്ത്രിമാർക്കും പൂജാരിമാർക്കും ദേവന്റെ മുന്നിൽ പ്രത്യേക അനുഷ്ഠാനങ്ങൾക്കും നമസ്കാരങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു. പുരാതനമായ തച്ചുശാസ്ത്ര വിധികൾക്കനുസരിച്ച് സ്ഥാനനിർണയം ചെയ്യപ്പെട്ട ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഭൂതക്കുളം ശാസ്താക്ഷേത്രം കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ സമ്പൂർണത വിളിച്ചോതുന്ന ഒരു മാതൃകയായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ശാസ്താംകുളം കേവലം ഒരു ജലാശയമല്ല, അത് ക്ഷേത്രത്തിന്റെ ആചാരപരമായ ശുദ്ധിക്കും പൂജാകർമ്മങ്ങൾക്കും ആറാട്ടിനും വേണ്ടിയുള്ള പവിത്രമായ ജലസ്രോതസ്സാണ്. ക്ഷേത്രത്തിലെ കുളം ഭക്തർക്ക് തീർത്ഥാടനത്തിനു മുമ്പുള്ള ശുദ്ധീകരണത്തിനും സഹായകരമാകുന്നു. ക്ഷേത്രത്തിന്റെ പഴക്കത്തെയും പൗരാണികതയും വിളിച്ചോതുന്ന ഘടകമാണ് വളരെ പഴക്കമേറിയ ആൽമരങ്ങൾ. ആൽമരം ഹൈന്ദവ വിശ്വാസത്തിൽ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായി കരുതപ്പെടുന്നു. അതിൻ്റെ തണലിൽ ഇരിക്കുന്നത് മാനസികമായ ശാന്തതയ്ക്കും ചിന്താപരമായ വ്യക്തതയ്ക്കും നല്ലതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരങ്ങൾ ഒരു ദേശത്തിൻ്റെ ചരിത്രത്തിന് നിശബ്ദമായി സാക്ഷ്യം വഹിക്കുന്നു. അവയുടെ വേരുകൾ ആത്മീയതയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഭൂതക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മീനമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 ദിവസത്തെ വാർഷികോത്സവമാണ്. കൊല്ലം ജില്ലയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഈ ഉത്സവം നിരവധി താന്ത്രികവും വൈദികവുമായ പൂജകളുടെയും കലാപ്രകടനങ്ങളുടെയും അകമ്പടിയോടെയാണ് നടക്കുന്നത്. 10 ദിവസം തിരുനാളുത്സവമാണ്. കൂടാതെ ഇവിടെ സപ്താഹം നടക്കാറുണ്ട്, നവരാത്രി സംഗീതോത്സവം നടക്കാറുണ്ട്. പുഷ്പാഭിഷേകം എല്ലാ വർഷവും 51 ദിവസം. നമ്മൾ വൃശ്ചിക 1 മുതൽ ആഴി എന്നും വേണ്ട ഒരു ചടങ്ങുണ്ട്. ആഴി വരെയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. 2005 മുതലാണ് ഭൂതക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുഷ്പാഭിഷേക വഴിപാട് സമർപ്പണം ആരംഭിച്ചത്. ആദ്യത്തെ 1-2 വർഷമൊക്കെ ഞങ്ങൾ ഭക്തജനങ്ങൾ അങ്ങോട്ട് സമീപിച്ചായിരുന്നു വഴിപാട് നേർച്ച നടത്തിയത്. ഇപ്പോൾ എല്ലാ വർഷവും അഡ്വാൻസായിട്ട് ഇങ്ങനെ ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഏകദേശം 2028 വരെയുള്ള ബുക്കിംഗ് ഏകദേശം പൂർണ്ണമായി. ഒരു 4 ദിവസമേ ഒഴിവുള്ളൂ. ഈ വർഷത്തെ പുഷ്പാഭിഷേകം 48 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പാഭിഷേകമാണ്. നവംബർ മാസം 17 മുതൽ ജനുവരി മാസം 3 വരെ ആദ്യ ദിവസം സമാപിക്കുന്ന 48 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പാഭിഷേകമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ലക്ഷാർച്ചന മഹായജ്ഞം. ദേവന്റെ തിരുനാമം 1,00,000 തവണ ഉരുവിട്ട് അർപ്പിക്കുന്ന ഈ ചടങ്ങ് ആത്മീയ ശുദ്ധീകരണത്തിനും ഐശ്വര്യത്തിനും ഉതകുന്നതായി കരുതപ്പെടുന്നു. കൂടാതെ വർണ്ണാഭമായ ചമയങ്ങളണിഞ്ഞ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശാസ്താവിൻ്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ഭക്തർക്ക് ആത്മീയ ഉണർവും കാഴ്ചയുടെ വിസ്മയവും നൽകുന്നു. ഉത്സവത്തിന് പശ്ചാത്തല സംഗീതമൊരുക്കി ഭക്തിയുടെയും ഊർജ്ജസ്വലതയുടെയും സാമൂഹികാനുഭൂതി സൃഷ്ടിക്കുന്നത് പഞ്ചാരിമേളം, പാണ്ടിമേളം തുടങ്ങിയ മേളക്കൊഴുപ്പുകളാണ്. ഉത്സവത്തിലെ ഏറ്റവും വലിയ ആകർഷണം നെടും കുതിരയെടുപ്പാണ്. ഭീമാകാരമായ അലങ്കരിച്ച കുതിരയുടെ രൂപം കയറുകളിൽ കെട്ടി നൂറുകണക്കിന് ആളുകൾ ശാസ്താവേ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് ക്ഷേത്രത്തിലേക്ക് വലിച്ചെത്തിക്കുന്നു. ഈ നെടുങ്കുതിര ഘോഷയാത്ര ജനസഞ്ചയത്തിൻ്റെ ഐക്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ്. ക്ഷേത്രമുറ്റത്തെത്തുന്ന നെടുങ്കുതിരകൾ ശാസ്താവിന് വണങ്ങുന്നതോടെ ഭക്തർ തങ്ങൾ സമർപ്പിച്ച കാഴ്ചദ്രവ്യം ദേവന് നൽകുന്നു. ഉത്സവത്തിന്റെ സമാപനം കുറിക്കുന്നത് അവസാന ദിവസം നടക്കുന്ന ആറാട്ടോടെയാണ്. ആറാട്ടോടെ ദേവൻ ശ്രീകോവിലിലേക്ക് തിരിച്ചു പ്രവേശിക്കുന്നു. ഈ ചടങ്ങ് പ്രകൃതിയുമായുള്ള ദേവന്റെ ബന്ധത്തെയും ജലാംശത്തിലൂടെയുള്ള ദേവന്റെ ചൈതന്യപൂർണതയെയും സൂചിപ്പിക്കുന്നു. മണ്ഡലമാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തവണ 48 ദിവസമാണ്. ഈ 48 ദിവസവും തുടർച്ചയായിട്ട് പുഷ്പാഭിഷേകം നടക്കുന്ന ക്ഷേത്രം 2 ഉള്ളൂ. ഒന്ന് ഭൂതക്കുളം ക്ഷേത്രവും ഒന്ന് ശബരിമലയും. ഞങ്ങളെ ഇത് സ്വയംഭൂവായ ആരും പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമല്ല, സ്വയംഭൂവായിട്ട് വന്നിട്ടുള്ള ശനീശ്വര ഭഗവാനായ ക്ഷേത്രമാണ്. അതിലുപരി കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത, അതായത് നവഗ്രഹങ്ങളെ പത്നി സമേതം വാഹനത്തോടു കൂടി
പത്നി സമേതം എല്ലായിടും ഉണ്ട്. വാഹനത്തോടു കൂടി പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന ഏക ക്ഷേത്രം കേരളത്തിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാത്രമേ, അതാണ് ആ ബിൽഡിംഗ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 10 ദിവസം ഉത്സവമാണ്. ശബരിമലയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ 10 ദിവസം ഉത്സവം ആറാട്ടോടു കൂടിയാണ്. അത് 8 കരക്കാരും യോജിച്ചാണ് ചെയ്യുന്നത്. നെടുകുതിരയുണ്ട്, ആനകളുണ്ട്. നല്ല ഏറ്റവും വലിയൊരു വിശേഷപ്പെട്ട ഉത്സവമാണ്. ഭൂതക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം കൊല്ലത്തിൻ്റെ പടിഞ്ഞാറൻ തീരദേശത്തിൻ്റെ ആത്മീയതയെയും സാംസ്കാരിക പൈതൃകത്തെയും അതിൻ്റെ ധ്യാനനിമഗ്നമായ ശാസ്താവിൻ്റെ രൂപത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ധർമ്മപീഠമാണ്. ചതുര ശ്രീകോവിലിലെ ശാസ്താവിൻ്റെ ഇരിക്കുന്ന രൂപം ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകൾക്കുമിടയിലും നമ്മെ ധ്യാനത്തിലേക്കും ആത്മീയ ഉൾക്കാഴ്ചയിലേക്കും ക്ഷണിക്കുന്നു. ഈ ക്ഷേത്രം ഇന്നും നൽകുന്ന സന്ദേശം ലളിതവും എന്നാൽ ശക്തവുമാണ്. ധർമ്മം സംരക്ഷിക്കപ്പെടണം. ലോകത്തിലെ എല്ലാ മാറ്റങ്ങൾക്കുമിടയിലും ഈ പുണ്യഭൂമി അതിൻ്റെ പൗരാണികമായ ആചാരങ്ങളെയും കലകളെയും മുറുകെ പിടിച്ച് തലമുറകൾക്ക് കൈമാറുന്നു. ഭൂതക്കുളം ശാസ്താവ് ഓരോ ഭക്തനും ജീവിതപാതയിൽ സത്യസന്ധതയും നീതിബോധവും ആന്തരിക ശാന്തിയും നേടാൻ പ്രചോദനം നൽകുന്ന ഒരു ദീപസ്തംഭമായി എന്നും നിലനിൽക്കും. ഞങ്ങളുടെ കുട്ടിക്കാലം, ഞങ്ങളുടെ കൗമാരം എല്ലാം ഈ ഭൂതക്കുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വിഷമങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാ സമയത്തും അവർ ഓടിയെത്തുന്നത് ഭൂതക്കുളം ക്ഷേത്രത്തിലേക്കാണ്. ഭൂതക്കുളത്തുകാർക്കെല്ലാമാണ് ശ്രീധർമ്മശാസ്താവ്. ഈ ശാശ്വത ചൈതന്യം നേരിട്ട് അനുഭവിച്ചറിയാൻ ഭൂതക്കുളം ശാസ്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കലെങ്കിലും എത്തുക. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ ധ്യാനിച്ചിരിക്കുക. ആൽമരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുക. ഉത്സവത്തിൻ്റെ ആവേശത്തിൽ പങ്കുചേരുക. ഭൂതക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് കേവലം ഒരു തീർത്ഥാടന അനുഭവമല്ല, മറിച്ച് ആത്മാവിൻ്റെ നവീകരണമാണ്.